ഹായ്, ഞാൻ അനൂപ് നാരായണൻ, ഫസ്റ്റ് ഓഫ് ഓൾ CEO. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് നമ്മുടെ മലയാളി ഒരു സ്റ്റുഡൻറ്റിൻ്റെ കോൾ ഉണ്ടായിരുന്നു. നിലവിലെ H1Bക്ക് വേണ്ടിയിട്ട് $100,000 സ്പോൺസർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പേ ചെയ്യണമെന്ന് കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് H1Bക്കുള്ള സാധ്യത എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് US വന്നു, നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വർക്ക് ഓതറൈസേഷൻ കിട്ടുന്നു. അതിന് OPT എന്ന് പറയും. ഈ OPT കിട്ടിയതിന് ശേഷം നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസിന് കൊടുക്കണം നമ്മൾ ചെയ്യുന്നത്, അതായത് H1B എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും നമ്മൾ നിലവിൽ US ഉള്ളത് കൊണ്ടും നമുക്ക് എന്ത് വേണ്ട, ഈ $100,000 ഇതിൽ നമ്മൾ പെടുന്നില്ല. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് H1B അപ്ലൈ ചെയ്ത് നമ്മളെ ഹയർ ചെയ്യുന്ന ഒരു കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നിലവിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ എംപ്ലോയി ആയിക്കോട്ടെ, നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ H1Bയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ $100,000 വേണം. അപ്പോൾ സ്റ്റുഡൻറ്റിന് അതിൻ്റെ ആവശ്യമില്ല. ഇത് സ്റ്റുഡൻറ്റിന് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ, താങ്ക് യു.